വയുക്റഹു കറാഹത്താക്കപ്പെടും, ദുഖൂലുഹു മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കൽ, ദുഖൂലുഹു ആ സ്ഥലത്തേക്ക്, ദുഖൂലു ഖലാഇ അവിടെ മറ്റൊരു യുസ്തഹബ്ബു വേറെ പറഞ്ഞല്ലോ. പിന്നെ ദുഖൂലു ഖലാഇ സമയത്ത് സുന്നത്താണ്. ഇവിടെ ദുഖൂലു ഖലാഇൽ മക്രൂഹാണ്. വയുക്റഹു വെറുക്കപ്പെട്ട കാര്യമാണ്, കറാഹത്തായ കാര്യമാണ്. ദുഖൂലുഹു അവിടേക്ക് പ്രവേശിക്കൽ, ഇവിടേക്ക് ഖലാഇലേക്ക് മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കൽ. എങ്ങനെ? ബിശൈഇൻ വല്ല വസ്തുവും കൊണ്ട്, ഫീഹി അതിലുണ്ട്, ദിക്റുല്ലാഹി തആല അല്ലാഹു തആലയെ പരാമർശിക്കുന്ന, റബ്ബിനെ കുറിച്ച് പറയുന്ന എന്തെങ്കിലും അള്ളാഹിന്റെ പേരെഴുതിയ അല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള പരാമർശമുള്ള വല്ലതും കൊണ്ട് കയറുക എന്നത് മക്രൂഹായ കാര്യമാണ്. അപ്പോൾ അള്ളാഹ് എഴുതിയ എന്തെങ്കിലും ഒരു എഴുത്ത് കീശയിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു പേപ്പർ അവരുടെ കൈവശമുണ്ട്, ഒരു മോതിരമുണ്ട്, ആ മോതിരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ബഹുമാനിക്കപ്പെടുന്ന പേരുകൾ, അത്തരം അള്ളാഹുവിൻ്റെ നാമങ്ങളുമായി കയറുക എന്നത് കറാഹത്തുള്ള കാര്യമാകുന്നു. അപ്പോൾ അത് അള്ളാഹിൻ്റെ പേര് നമ്മൾ ഉദ്ദേശിച്ചത്, ദിക്റുല്ലാഹ് അള്ളാഹുവിൻ്റെ പേര്. അതിന് തെളിവായി പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലമൂത്ര വിസർജനത്തിൽ പോകുമ്പോൾ നബിയുടെ മോതിരം അഴിച്ചു വെക്കാറുണ്ടായിരുന്നു. ആ മോതിരത്തിന്മേൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അതിന്മേൽ കുത്തിവെച്ചിരുന്നു. നബി ആർക്ക് കത്തയക്കുമ്പോഴൊക്കെ മുദ്ര വെക്കാൻ, സീല് വെക്കാൻ വേണ്ടി അതാണ് ഉപയോഗിക്കാറുള്ളത്. നബിക്ക് എഴുത്തും വായന അറിയില്ലല്ലോ. അപ്പം മുഹമ്മദ് റസൂലുള്ളാഹ് എന്നായിരുന്നു നബിയുടെ മോതിരത്തിന്മേൽ കുത്തിയിരുന്നത്. ആ മോതിരമാണ് നബി മുദ്രയായിട്ട് കത്തിൽ വെക്കാറുള്ളത്. അപ്പോൾ സാധാരണ അല്ല, അതിൻ്റെ ഓർഡർ ഉദ്ദേശം ഇതാണ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് അതിലുള്ളത്. ഓർഡർ എങ്ങനെയാണ് പിന്നത്, അത് ആദ്യം അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് അത് അതിന് ഓർഡർ എങ്ങനെയാണെന്നുള്ളതാണ് അതിലുള്ളത്. അത് എഴുതി വെച്ചതിലാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. മൊബൈലിൽ ഖുർആൻ കുഴപ്പമില്ല, പക്ഷേ ഖുർആൻ ഡിസ്പ്ലേ വെക്കാൻ പറ്റില്ല, ഡിസ്പ്ലേ വെക്കാൻ പറ്റില്ല. കാര്യം ഇപ്പം നമ്മളെ മനസ്സിലും ഖുർആൻ ഉണ്ടല്ലോ, മൊബൈലിൽ മാത്രമല്ല നമ്മുടെ മനസ്സിലും ഖുർആൻ ഉണ്ട്. അതേസമയം ഖുർആൻ ഓതിക്കൊണ്ട് പോകാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റില്ല. ഏതാണ് വെറുതെ ഖുർആൻ ഓതാലോ, അത് പറ്റില്ല. എന്നാൽ പോലെ മൊബൈൽ ഡിസ്പ്ലേ വെച്ചുകൊണ്ട് കയറാൻ പറ്റില്ല. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് കാണാം, അദ്ദേഹം ബാത്റൂമിൽ കയറുന്ന സമയം ഉപയോഗപ്പെടുത്താൻ ചെയ്തിരുന്ന വഴി, ബാത്റൂമിൽ പോണ സമയം ഒരു നന്മക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വായിക്കാൻ കഴിയില്ല, എഴുതാൻ കഴിയില്ല, ഇബാദത്തിന് പറ്റൂല. അപ്പോൾ ആ സമയം നഷ്ടമാണല്ലോ, അതെങ്ങനെ നന്മക്ക് ഉപയോഗിക്കാം? അപ്പോൾ അദ്ദേഹം പുറത്തൊരാളെ നിർത്തും. ഇദ്ദേഹം ബാത്റൂമിൽ കയറുമ്പോൾ ഇയാളുടെ പുറത്തുനിന്ന് ഉറക്കെ വായിക്കാൻ പറയും. അപ്പോൾ കേൾക്കാനോ കേൾക്കണേ കുഴപ്പമില്ലല്ലോ, പറയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പുറത്തുനിങ്ങനെ വായിക്കുമ്പോൾ അതവിടുന്ന് ഇങ്ങനെ കേൾക്കും, അതിന് കുഴപ്പമില്ല. അപ്പോൾ ആ സമയം കൂടി ഒരു നല്ല വഴിക്ക് ഉപയോഗിക്കാനായി. അതായത് ഇബ്നു തൈമിയ്യയുടെ രീതി. ഒരു സമയം പോലും നഷ്ടപ്പെടാൻ പാടില്ല. എന്നിട്ട് പിന്നെ ബാത്റൂമിൽ പോക്ക് കുറക്കാൻ വേണ്ടി അദ്ദേഹം ഭക്ഷണം കുറച്ചു എന്നാണ്. ഉണക്ക റൊട്ടിയാണ് സ്ഥിരമായി കഴിച്ചിരുന്നത്. ഉണക്ക റൊട്ടി കഴിക്കുമ്പോൾ അതിനെ എന്നും പോകേണ്ടി വരില്ല, ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് പോയാൽ മതിയാവും. അപ്പോൾ പോക്കിന് ദൈർഘ്യം കുറക്കാം. ആ പോണ സമയം ഉപയോഗിക്കാൻ വേണ്ടി പുറത്താളെ നിർത്തിയിട്ട് വായിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ വായിക്കണത് അദ്ദേഹം ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേൾക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കണതിന് വിരോധമൊന്നുമില്ല, നാവ് കൊണ്ട് പറയാനേ പ്രശ്നമുള്ളൂ. പുറത്തൊരാൾക്ക് ബാത്റൂമിൽ വയ്ക്കുമ്പോൾ പുറത്തുനിന്ന് എന്തും കേൾക്കാമല്ലോ, പുറത്തൊരു പ്രസംഗിക്കുന്നുണ്ട് കേൾക്കാം, ഭാഗം കൊടുത്തത് കേൾക്കും, അതിനൊന്നും പ്രശ്നമില്ലല്ലോ. ഒരാൾ കേൾക്കുന്നതിന് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുറത്തുനിന്ന് വായിക്കുന്ന അദ്ദേഹം കേൾക്കും. അദ്ദേഹത്തെ സംബന്ധിച്ച് കേട്ടാൽ അതങ്ങനാണ്ട് പഠിയും ചെയ്യും. ഒരിക്കൽ കേട്ടാൽ മതി, അതങ്ങനാണ്ട് ഈ ഫ്ലാവും, അതിനും കുഴപ്പമില്ല. അതായിരുന്നു അവരൊക്കെ. ഏതായാലും അള്ളാഹുവിൻ്റെ നാമമുള്ള വല്ലതുമായി ബാത്റൂമിൽ പ്രവേശിക്കുക എന്നത് മക്രൂഹായ കാര്യമാകുന്നു. അപ്പോൾ തെളിവായി പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇത് അഴിച്ചു വെക്കാറുണ്ട് എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ടാണ് അതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആ റിപ്പോർട്ട് സ്വഹിയാണെന്നും സ്വഹിയല്ല എന്നൊക്കെയുള്ള ചർച്ചകൾ അതിൻ്റെ വിഷയത്തിൽ ഉണ്ട്. ചിലരൊക്കെ സ്വഹിയാന്ന് പറഞ്ഞു, ചിലരൊക്കെ സ്വഹിയല്ല എന്ന് പറഞ്ഞു. ആ റിപ്പോർട്ടിനെ പറ്റി ചർച്ചകൾ പല രൂപത്തിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ അവിടെ മക്രൂഹ് എന്ന് പറയണോ, അതല്ല അഫ്ളൽ എന്ന് പറഞ്ഞാൽ മതിയോ എന്ന് ചർച്ചകൾ കാണാൻ പറ്റും. അത് ഒഴിവാക്കലാണ് അഫ്ളൽ. അഫ്ളൽ എന്ന് പറയുന്നതും മക്രൂഹ് പറയുന്നതും തമ്മിൽ അതിൻ്റെ ഗൗരവത്തിന് ഏറ്റവും വ്യത്യാസം ഉണ്ട്. അഫ്ളൽ ഒഴിവാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് അയാൾക്കൊരു ഏറ്റവും മികച്ച സംഗതി ഒഴിവാക്കിയതേ വരുന്നുള്ളൂ. മക്രൂഹ് ആകുമ്പോൾ ഒഴിവാക്കിയാൽ കൂലി കിട്ടും എന്ന് കൂടി വരും. ചെയ്താൽ കുറ്റമില്ല, ഒഴിവാക്കിയാൽ കൂലിയുണ്ട് എന്ന് കൂടി വരും. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ പറയണോ വേണ്ടേ എന്നുണ്ട്. ഏതായാലും അള്ളാഹുവിൻ്റെ സ്മരണയുള്ള വല്ലതുമായി കയറുക എന്നത് മക്രൂഹാണ്. ഇല്ലാ ലിഹാജത്തിൻ, ആവശ്യമുണ്ടെങ്കിൽ ഒഴികെ. ഇല്ലാ ലിഹാജത്തിൻ, ആവശ്യമുണ്ടെങ്കിൽ ഒഴികെ. അപ്പം എന്താ ആവശ്യം വരും അവിടെ?
ആവശ്യം എന്തായിരിക്കും വരും? അപ്പോൾ ബാത്റൂമൊക്കെ ഇതും കൊണ്ട് പോകേണ്ട ആവശ്യം എന്താ ഉള്ളത്? ആവശ്യം വരാം. ചിലപ്പോൾ അയാൾക്ക് ലഗേജ് ഉണ്ട്, നമ്മൾ എയർപോർട്ടിലാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ യാത്രാമധ്യയാണ്, ഒരു ബാത്റൂമിൽ കയറി ഈ പെട്ടി പുറത്ത് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വരുമ്പോഴേക്ക് പെട്ടി നഷ്ടപ്പെട്ടു പോകും. ഈ പെട്ടിന് പല പുസ്തകങ്ങളും മറ്റൊക്കെ ഉണ്ട്, എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ഒരു പക്ഷേ അവൻ അതുമായി ഉള്ളിലേക്ക് കയറേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ ഓൻ്റെ കയ്യിൽ ഒരു നാണയമുണ്ട്, പൈസ ഉണ്ട്, ഒരു അറബി പൈസ. ചിലപ്പോൾ ആ പൈസ ചിലപ്പോൾ അള്ളാൻ്റെ പേരൊക്കെ ഉണ്ടാവും. ഒരു അറബി പൈസ ഇസ്ലാമിക രാജ്യത്തെ പടങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുടെ എംബ്ലത്തിൻ്റെ ഭാഗമായിട്ടോ മറ്റെന്തെങ്കിലും ചിലപ്പോൾ അത് ഇറക്കിയ ആളെ പേര് എഴുതുമ്പോഴോ അവിടെയൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ അള്ളാൻ്റെ പേരൊക്കെ അതിൽ ഉണ്ടായേക്കാം, ആ രാജാവിൻ്റെ പേരുണ്ടാവും. അപ്പോൾ രാജ്യത്തിന് ചില ചിഹ്നങ്ങൾ ഉണ്ടാവും. ആ ചിഹ്നങ്ങൾക്ക് ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹോ അല്ലെങ്കിൽ അള്ളാഹിൻ്റെ പേരുകളോ ഒക്കെ ഒരു പക്ഷേ അതിലുണ്ടാവാം. അപ്പോൾ ആ പൈസക്ക് അവിടെ പുറത്ത് വെച്ചിടുവാൻ കയറണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് ഇല്ലാലി ഹാജത്തിൻ, ആവശ്യത്തിനല്ലാതെ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ അത് ആ ആവശ്യത്തിന് തോതനുസരിച്ച് അവനത് അനുവദനീയമാവില്ല. അതന്നെ പുറത്ത് ഒരൊപ്പം ആളുണ്ട് അവിടെയൊക്കെ ഞാൻ ബാത്റൂമിൽ പോയി തരാം എന്ന് പറഞ്ഞ് ഊരി ഏൽപ്പിച്ച് പോകാൻ പറ്റുമോ? അവനങ്ങനെ ചെയ്യാം. അതല്ല, അതിന് പറ്റില്ല എങ്കിൽ അവനതുമായി കയറാം. അവിടെ മുസ്ഹഫുമായി പോകൽ ഇത് പ്രത്യേക ചർച്ച വരുന്നുണ്ട്. ഒരാൾ കയ്യിൽ മുസ്ഹഫ് ഉണ്ട്, ആ മുസ്ഹഫ് കൊണ്ട് ബാത്റൂമിൽ പോകാൻ പറ്റും. മുസ്ഹഫ് പുറത്തേച്ച് പോകണോ? ഒരാളെ ഏൽപ്പിച്ച് പോകാൻ ആളില്ല, പുറത്തേച്ച് പോകാനും ഒരു പ്രശ്നം. ഞാൻ പുറത്തേച്ച് പോയിട്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുക, മുസ്ഹഫെ നാശാക്കോ. ചിലപ്പോൾ ഒരു മുസ്ലിമീങ്ങളെ ഏരിയ ഒന്നുമില്ല, അല്ലാത്ത ആരെങ്കിലും ചിലപ്പോൾ മുസ്ഹഫ് ഇട്ടത് ചെയ്ത് പറിച്ചിടാൻ നിമിത്തമായി മാറിക്കുമോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുമായി പോകാൻ പറ്റുമോ? ഇല്ലേ. അപ്പോൾ ഇല്ലാലി ഹാജത്തിന് എന്ന് പറഞ്ഞതിൽ ആ ചർച്ചകളൊക്കെ ഉൾപ്പെട്ടു. അപ്പോൾ ആവശ്യത്തിന് തോതനുസരിച്ച് വരും. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു പുറത്തേച്ച് കയറായിട്ട് നല്ലത് മുസ്ഹഫ് പുറത്തേക്കാൻ ഒരാൾ ഏൽപ്പിച്ച് പോകാനുണ്ട് എങ്കിൽ അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതൊന്നുമില്ല. പുറത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ ഈ മുസ്ഹഫ് ഒരു പക്ഷേ ഇതിലേറെ അനാദരിക്കപ്പെടാം. ഉള്ളിൽ കൊണ്ടുപോകത്തെന്താണ് ഇതിനെ അനാദരിക്കുന്നതിനേക്കാണല്ലോ. പുറത്ത് വെച്ച് പോയാൽ അതിനേക്കാളേറെ അനാദരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും പക്ഷേ അഖഫുല്ലറൈൻ എന്ന തത്വപ്രകാരം രണ്ടിൽ ഏതാണോ ഗൗരവം കുറവ് ആ ഗൗരവം കുറഞ്ഞതിനെടുക്കുന്നത് ഫിഖ്ഹിന്റെ പൊതുവായ തത്വമാണ്. അതിൽ രണ്ട് ദോഷങ്ങളുണ്ട്. രണ്ടാൽ ഒന്ന് ഉണ്ടായേ പറ്റൂ. രണ്ടും കൂടി വേണ്ടാക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഘട്ടങ്ങൾ വരാം. ഇപ്പം മുസ്ഹഫുമായി പോവുക അതൊരു ദോഷമാണ്, മുസ്ഹഫ് പുറത്ത് വെക്കുക അത് മറ്റൊരു ദോഷമാണ്. എങ്കിൽ രണ്ട് ദോഷങ്ങൾ ഏതാണ് ലഘുവായത് അത് ചെയ്യുക. രണ്ടും വേണ്ടാക്കാൻ പറ്റുമോ? കഴിയില്ല. രണ്ടാൽ ഒന്നുപോലെ ചെയ്തേ നിവൃത്തിയുള്ളൂ എങ്കിൽ രണ്ടിൽ ഏതാണ് ദോഷം കുറവ് അതവൻ ചെയ്യണം. അതാണ് അഖഫുല്ലറൈൻ എന്ന് പറയുക. രണ്ട് ദോഷങ്ങളിൽ താരതമ്യേന ലഘുവായത് ഏതാണോ അതവൻ പ്രാവർത്തികമാക്കുക. എന്തിനാ പ്രാവർത്തികമാക്കണത്? മറ്റു ഒഴിവാകാൻ വേണ്ടി. അപ്പോൾ ബാത്റൂമിലേക്ക് മുസ്ഹഫുമായി പോകുന്നു. എന്തിന്? പുറത്ത് വെച്ചാൽ ഒരു പക്ഷേ ആ മുസ്ഹഫ് നശിപ്പിക്കപ്പെടും. എന്നാൽ പിന്നെ അത് വേണ്ട, അതിനേക്കാൾ നല്ലത് അതുമായി കയറുകയാണ്. അപ്പോൾ ഒരു വലിയ ഷർറ് തടുക്കാൻ വേണ്ടി ഒരു ചെറിയ ഷർറ് അവൻ ചെയ്യുന്നു. അപ്പം രണ്ട് ഷർറുകൾ ഒന്നിച്ചു വരുന്നു. രണ്ടാൽ ഒന്ന് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല എങ്കിൽ താരതമ്യേന ചെറിയത് ഏതാണോ അതവൻ ചെയ്യാം, വലിയതിനെ തടയാൻ വേണ്ടി. അത് പൊതുവായ തത്വമാണ്. ഖിദർ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിനെ കൊന്നത് ഖുർആൻ പറഞ്ഞ തത്വമാണത്. ആ കുട്ടിയെ കൊന്നു. എന്താ കാരണം പറഞ്ഞത്? ആ കുട്ടി നിമിത്തം മാതാപിതാക്കൾക്ക് കുഫർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകിൽ കുട്ടി നിരക്കണം, കുട്ടി നിരന്നാൽ ഈമാൻ നഷ്ടപ്പെടും. അല്ലെങ്കിൽ ഈമാൻ നിരക്കണം, ഈമാൻ നിരക്കണമെങ്കിൽ കുട്ടി ഇല്ലാതാകണം. അപ്പോൾ രണ്ടാൽ ഒന്ന് സംഭവിച്ചേ പറ്റൂ. ഒന്നുകിൽ കുട്ടി വേണം അല്ലെങ്കിൽ ഈമാൻ വേണം. അപ്പോൾ വലുതേതാണ്? ഈമാനാണ്. അപ്പോൾ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ആ കുട്ടിയെ കൊന്നുകളയുന്നു. ഇതാണ് അതിൻ്റെ ഒരു പൊതുവായ തെളിവായി എടുത്തു പറയാറുള്ളത്. ഇസ്ലാമിലെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ്. ഒരു ദോഷത്തെ മറ്റൊരു ദോഷം കൊണ്ട് തടുക്കേണ്ടി വരികയാണെങ്കിൽ ഏതാണോ ഏറ്റവും ലഘുവായത് അതവൻ ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും മസ്ലഹത്തും മഫ്സദത്തും ഗുണവും ദോഷവും എതിരായി വരുമ്പോൾ ഏതിനാണോ മുൻതൂക്കം അതാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ മഫ്സദത്ത് ഉണ്ടാവും, ചിലപ്പോൾ മസ്ലഹത്ത് ഉണ്ടാവും. ഒരു മസ്ലഹത്ത് കിട്ടാൻ വേണ്ടി വേറെ മഫ്സദത്ത് ചെയ്യേണ്ടി വരും. അങ്ങനെ വരാം. ഇപ്പം തിന്മ തടയുന്നിടത്തുമ്പോഴും അതുണ്ട്. ഒരു തെറ്റ് കണ്ടു, ആ തെറ്റ് തടഞ്ഞാൽ അതിനും വലിയ തെറ്റ് വേറെ വരും. എന്നാൽ പിന്നെ തടയേണ്ട ആവശ്യമില്ല, ആ തെറ്റൊന്നും നോട്ടെ. അപ്പം തെറ്റ് അംഗീകരിക്കുന്നതല്ല, അതിനും വലിയ തെറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ തെറ്റിന് അനുവാദം കൊടുക്കലാണ് അവിടെ ചെയ്യുന്നത്. അപ്പം തെറ്റ് തടയുമ്പോൾ മൂന്ന് സാഹചര്യമുണ്ട്. ഒന്നുകിൽ ആ തെറ്റ് അതോടെ ഇല്ലാതായി പോകണം, എങ്കിൽ അത് തടയൽ നിർബന്ധമാണ്. നമ്മൾ തടഞ്ഞാൽ ആ തെറ്റ് ഇല്ലാതാകും, എങ്കിൽ തടയൽ നിർബന്ധമായി. രണ്ട്, തെറ്റ് തടഞ്ഞാൽ അതില്ലാതാകുമില്ല, പക്ഷെ അതിൻ്റെ ഒരു ഗൗരവം കുറയും. പൂർണ്ണമായും ഇല്ലാതാവില്ല, എന്നാൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. എങ്കിൽ അവിടെയും അവൻ
തടയണം. ഇനി തടഞ്ഞാൽ ഒരു പക്ഷെ ആ തെറ്റ് പോകും, സമാനമായ വേറെ തെറ്റവിടെ വരും. ഈ തെറ്റില്ലാതാകുമെങ്കിലും അതേപോലെ മറ്റു തെറ്റിലേക്ക് പിന്നെ മാറുള്ളൂ. അപ്പം അവിടെ ഒരു പക്ഷെ അവന് അത് രണ്ടിനെയും സ്വഭാവം വെച്ചുകൊണ്ട് അവിടെ അവന് സാന്ദർഭികമായി പരിഗണിക്കേണ്ടി വരും. ചിലത് ഈ തെറ്റ് തടുത്താൽ അതവൻ ഒഴിവാക്കും, പിന്നെ പോണ അതിനേക്കാളും വലിയ തെറ്റിലേക്കായിരിക്കും. എന്നാൽ പിന്നെ വേണ്ട, മുതൽക്കാലം അവിടെ നോട്ടെ. ഷെയ്ഖ് സൈബി തൈമിയ്യ റഹ്മത്തുള്ളാഹി കാലത്ത് ചില മനുഷ്യന്മാർ കള്ളുടിച്ച് കിടന്നപ്പോൾ അദ്ദേഹത്തോട് നിന്ന് പറഞ്ഞു, അവരൊക്കെ കുടിച്ച് പറ്റേ അന്തമിട്ട് കിടക്കുകയാണ്, ഷെയ്ഖൻ അവിടെ കിടന്നോട്ടെ, നല്ലതാണ്, ഒരവിടെ കിടന്നോട്ടെ, എണീറ്റ് കഴിഞ്ഞാൽ അതിലും വലിയ എടുക്കാറാണ്. ഒരു കുടിക്കാതെ സ്വഭാവത്തിൽ വരികയാണെങ്കിൽ ഒരതിലും വലിയ തോന്നിസ്തൊക്കെ പോവുക, കുടിച്ചാൽ പിന്നെ അയക്ക് പോകുന്നല്ലോ, അവിടെ കിടന്നോട്ടെ, തൽക്കാലം ഒന്നും ചെയ്യാൻ പോണ്ടാറ്. അപ്പം അതാണ് ഈ തത്വം. അവിടെ ചില സ്ഥലത്ത് ഇമാം അഹമ്മദിൻ്റെ കാലത്ത് രാജാവ് വലിയ സ്വർണം ചെലവഴിച്ച് മുസാഫ് ഉണ്ടാക്കി. അപ്പം ഇമാം അഹമ്മദിൻ്റെ മദ്ഹബ് പ്രകാരം സ്വർണം കൊണ്ട് മുസാഫ് ഉണ്ടാക്കാൻ പാടില്ല. പക്ഷേ രാജാവ് കണ്ടമാനം സ്വർണം ചെലവഴിച്ച് മുസാഫ് ഉണ്ടാക്കി. അപ്പം ഇമാം അഹമ്മദിനോട് പറഞ്ഞത്, എന്താ ഇപ്പം ഒരുപാട് സ്വർണം ചെലവഴിക്കുന്നു മുസാഫിന് വേണ്ടി, ഇമാം അഹമ്മദിനോട് ആയിക്കോട്ടെ ചെലവഴിച്ചോട്ടെ, അത് വേണ്ടാന്ന് അയാളിപ്പോൾ അതൊരു ചെലവഴിക്കും, അത് വേണ്ടാന്ന് പിന്നെ അതുകൊണ്ട് വേറെ എന്തെങ്കിലും പല പുസ്തകം ഉണ്ടാക്കുക, എന്നാൽ പിന്നെ അതിനേക്കാളും നല്ലത് മുസാഫ് ആയിക്കോട്ടെ. അതൊക്കെയാണ് സന്ദർഭം സാഹചര്യം നോക്കിക്കൊണ്ട് അവിടെ മസ്ലഹത്തും മഫ്സദത്തും ഗുണവും ദോഷം പരിഗണിച്ചുകൊണ്ട് ഏതിനാണോ മുന്തിക്കേണ്ടത് അതിനെ മുന്തിക്കുക എന്നത് ഫിഖ്ഹിലെ ഇസ്ലാമിലെ മഖ്സദിലെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഏതായാലും ഇവിടെ അള്ളാഹുവിൻ്റെ സ്മരണയുള്ളതുമായി ബാത്റൂമിലേക്ക് പോകാതിരിക്കുക, ഇല്ലാ ലി ഹാജത്തിൻ, ആവശ്യത്തിനല്ലാതെ. അപ്പോൾ ആ ആവശ്യം എന്നത് സന്ദർഭം സാഹചര്യം അനുസരിച്ചൊക്കെ ഓരോരുത്തർക്കും ആപേക്ഷികമായി മാറി വരും. അപ്പോൾ അതിന് തോത് നമുക്കറിയാം, ആ ആൾക്ക് ആ സന്ദർഭ സാഹചര്യത്തിൽ എന്താണോ കൂടുതൽ അയാൾക്ക് അനുയോജ്യമായത് അത് അയാൾക്ക് ചെയ്യാം. അപ്പം പക്ഷേ മുസാഫുമായി ബാത്റൂമിൽ പോകേണ്ടി വരുന്ന ഘട്ടമുണ്ടെങ്കിൽ അയാൾ പോകേണ്ടി വരും. അപ്പോൾ അവിടെ അയാൾ തെറ്റാണോ വെച്ചാൽ തെറ്റല്ല, അയാൾ അതുമായി പോയതെന്തിനാണ്? അതിലും വലിയ ഒരു അപമാനം മുസാഫിന് സംഭവിക്കുന്നതിനെ തടയാൻ വേണ്ടി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ ആ മുസാഫുമായി പോയത്. അവിടെ അതാണ് അയാൾ ചെയ്യേണ്ടത്.